പോയാൽ മതി. ഹായ് ഗൈസ്, അങ്ങനെ ഒരു മധുര സ്പെഷ്യലായ ഇഡ്ഡലിയും ചട്നിയും കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഓട്ടവും പിടിച്ച് ഇവിടുത്തെ ഫേമസ് സ്ഥലമായിട്ടുള്ള തിരുമല നായക് പാലസിലേക്കാണ് പോയത്. അവിടെ കണ്ടപ്പോൾ തന്നെ ശരിക്കും വണ്ടറടിച്ചു, അത്രയ്ക്ക് മനോഹരമായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ സൈഡിലൊക്കെ കാണുന്നത് ഈ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ കടകളാണ്. നല്ല ബൾക്കായിട്ട് ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. തമിഴ്നാട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമാണ് ഈ റോഡിലൂടെ പോകാനും റോഡിൻ്റെ ഇരുവശങ്ങൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാടൻ റോഡിലൂടെ കയറിയ ശേഷം വീണ്ടും നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്കാണ് പോയത്. നല്ല ചെറിയ ചെറിയ വീടുകളും ഒരുപാട് കൃഷിയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ റോസാപ്പൂവിൻ്റെ കൃഷിയൊക്കെ മനോഹരമായിരുന്നു അവിടെ കാണാൻ. കേസ് അപ്പം നമ്മൾ മെയിൻ എയിം എന്തായിരുന്നു, ദണ്ഡിഗൽ ബിരിയാണി കഴിക്കുക എന്നതാണ്. അങ്ങനെ ദണ്ഡിഗലിലെത്തി ബിരിയാണിയൊക്കെ കഴിച്ച്, ബിരിയാണിയൊക്കെ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് പഴനിക്കാണ്. പഴനി അമ്പലത്തിൽ പോയി പിന്നെ അവിടെ ചുറ്റുപാടൊക്കെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്, ഒരുപാട് കാണുകയൊക്കെ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വണ്ടി എടുത്ത് വരുന്നെങ്കിൽ മാക്സിമം നിങ്ങൾ പുറത്ത് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഉള്ളോട്ട് കയറിയാണെങ്കിൽ പാർക്കിംഗ് ഫീ പ്ലസ് മുനിസിപ്പാലിറ്റി ഫീസ് അവർ ഈടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദണ്ഡിഗൽ ബിരിയാണിയും കഴിച്ച് നേരെ വണ്ടിയിൽ കയറി. പിന്നെ വണ്ടിയിലുണ്ടായിരുന്ന കുറച്ച് തർക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നേരെ നമ്മൾ കോയമ്പത്തൂർ ആദിയോഗിയിലെത്തി. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോകണം അലൗഡല്ലായിരുന്നു. എങ്കിൽ പോലും നല്ല പീസ്ഫുൾ ആംബിയൻസ് ആയിരുന്നു. കുറച്ച് നേരം നല്ല പീസ്ഫുൾ ആയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് പോകും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു അമ്പലത്തിൽ നിന്ന് തൈര് സാധം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം വണ്ടി നിർത്തി തൈര് സാധമൊക്കെ കഴിച്ചു. പിന്നെ നേരെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഒരു ടെൻ്റൊക്കെ അടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തു. റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മളൊരു അമ്പലം കാണാനാണ് പോയത്. തിരുമലൈ മുരുകൻ ക്ഷേത്രത്തിലാണ് പോയത്. അവിടേക്ക് നമ്മുടെ വണ്ടിയൊന്നും അലൗഡല്ലായിരുന്നു, ബസ് ഉണ്ടായിരുന്നു. ബസ്സിൻ്റെ കാര്യം പറയുമെങ്കിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു. പിന്നെ നേരെ അമ്പലത്തിലെത്തി പിന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ തമിഴ്നാട് വിടാൻ പോവുകയാണ്, നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണ്. പിന്നെ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് ബൈ.